ഇതൊരു ആഗോള പ്രതിഭാസമാണ്. നമ്മളിപ്പം പറയുമ്പം പലരും പറയുന്നു ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് ശരിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഇപ്പം ചൈന, ഏഷ്യയൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഫ്ലഡ് ഉണ്ടാകുന്നുണ്ട്, യൂറോപ്പിലും ഫ്ലഡ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ മറ്റേ ഇത് ഫോറസ്റ്റ് ഫയർ, കാനഡയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അവിടെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്ത് ഈ ചൂട് കൂടി കുറെ ആൾക്കാർ 44 ഡിഗ്രി ചൂട് വന്നു ഒരു ദിവസം. അത് കൂടി കുറെ ആൾക്കാർ മരിച്ചു. യൂറോപ്പിൽ തണുപ്പ് പറഞ്ഞു. അതുപോലെ ഈ ആഫ്രിക്കയിലൊക്കെ വളരെയധികം ഉണക്ക്, വെള്ളം കിട്ടാത്ത അവസ്ഥ. ഇതെല്ലാം കാനഡയെ പറ്റി പറയുമ്പം വേറെ ഒരു പ്രധാന പോയിന്റുണ്ട്. കേരളത്തിലുള്ള ജനസംഖ്യയെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായ കാനഡയിലുള്ളൂ. എന്നിട്ട് അവിടെ തീപിടുത്തം ഉണ്ടായപ്പോൾ ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുമ്പം ജനസാന്ദ്രത എത്രയോ കുറവാണ്. എന്നിട്ടും മരണം ഉണ്ടാകുന്ന അവരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് അവര് പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാണ്